ഹലോ ഓൾ. നമ്മുടെ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വിശകലനം, അതിന്റെ ഒരു സമ്മറിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇനി ഇത് പ്രകാരം നമ്മുടെ ഭാവിയിലേക്കുള്ള അലോട്ട്മെന്റ് സാധ്യതകൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ യൂഷ്വലി നമുക്കറിയാൻ വേണ്ടി പറ്റും, നമുക്ക് ഓൾ ഇന്ത്യയും കേരളയും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 8 ഘട്ടങ്ങൾ അലോട്ട്മെന്റ് ഉണ്ട്. 4 ഘട്ടങ്ങൾ ഓൾ ഇന്ത്യയിലും പിന്നെ 4 ഘട്ടങ്ങൾ കേരളയിലും ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ അലോട്ട്മെന്റിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ആൻഡ് അതിന്റെ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്, എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മെയിൽ അയച്ച് അത് പരിഹരിച്ച ശേഷം ഇത് തന്നെയായിരിക്കും നമ്മുടെ ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ടാവും. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് ആയിട്ട് തന്നെ പരിഗണിച്ച് ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം തന്നെ മതിയാവും എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ചില പ്രത്യേക കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാം, ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ നിങ്ങൾ ഒരു MBBS ആസ്പിരന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു BDS ആസ്പിരന്റ് ആണെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെ റാങ്കുകൾ ടോപ്പിലല്ലെങ്കിൽ ടോപ്പ് 200, കേരള ടോപ്പ് 200 ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ താഴേക്കുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് മുഴുവൻ തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയാനുള്ളത്. സോ നമ്മുടെ റൈറ്റിംഗ് പാഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് പറയാനുള്ളത്. നമ്മുടെ ഒരു ഫസ്റ്റ് റൗണ്ടിന്റെ സമ്മറിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഏതെല്ലാം കോളേജുകൾ ഉറപ്പിക്കാം, നമുക്ക് 2 കോളേജുകളാണ് ഒന്ന് ഓൾ ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. ഡൽഹി എയിംസ് കിട്ടുന്ന ആൾക്കാർ, ഡൽഹി എയിംസ് കിട്ടുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് നമുക്കറിയാൻ വേണ്ടി പറ്റും, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് കിട്ടുന്ന ആൾക്കാർ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ അവിടെ പോയി ജോയിൻ ചെയ്യാനും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ ഡൽഹി എയിംസിലെ ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഡൽഹി എയിംസിൽ കിട്ടിയ ആൾക്കാർ ഇനി അങ്ങോട്ട് സ്റ്റേറ്റ് അലോട്ട്മെന്റുകളിലോ മറ്റ് അലോട്ട്മെന്റുകളിലോ പങ്കെടുക്കാനോ ഉള്ള സാധ്യതകളില്ല, മിക്കവാറും ജോയിൻ ചെയ്യും. ഇനി കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മിക്കവാറും അത് വരുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ് കൂടുതൽ കുട്ടികളും ഫസ്റ്റ് ഓപ്ഷൻ വെക്കുക എന്നാണ്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളതും കേരളത്തിൽ ഇതാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു കുട്ടി ട്രിവാൻഡ്രം സൈഡിൽ നിന്ന്, ഒരു കുട്ടി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഓപ്ഷൻ വെച്ചിട്ട് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടി അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്താ പറയുക, കാലിക്കറ്റ് വെച്ചാൽ എല്ലാവർക്കും ഇവിടെ കിട്ടണം എന്നില്ല, കുറെ ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മിക്കവാറും ഈ ഒരു അലോട്ട്മെന്റിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടിയ ഏകദേശം നമുക്ക് പറയാൻ വേണ്ടി പറ്റിയ ഒരു 90% ആളുകളും, 90 മേ ബി 90%-ത്തിന് മുകളിൽ ആളുകൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തന്നെ ചൂസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ബാക്കി കിട്ടിയ കോളേജിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഈ ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തൃശ്ശൂരാണ് കിട്ടിയത്, ഇനി വേറൊരു കുട്ടിക്ക് ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മഞ്ചേരിയാണ് കിട്ടിയത്, ഡെഫിനറ്റ്ലി ആ കുട്ടി അടുത്ത കേരള അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ 2 കോളേജുകളുടെ ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏകദേശം ഫൈനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാ കോളേജിന്റെയും സമ്മറി, ലാസ്റ്റ് റാങ്ക് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തതിന്റെ കൂട്ടത്തിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് മാത്രം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഏറ്റവും ആദ്യം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്ത് ഞാൻ ആ ലിസ്റ്റിൽ കണ്ടത് കേരള റാങ്ക് 22 കുട്ടിയാണ്. അപ്പോൾ അത് 22-ന് മുകളിലേക്കുള്ള കുട്ടികൾ അധികം ആൾക്കാരും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ചൂസ് ചെയ്ത് പോയിട്ടുള്ളത്. ഡൽഹി എയിംസുകളും മറ്റ് എയിംസുകളും ജിപ്മറും അടക്കമുള്ള സാധനങ്ങളാണ് ചൂസ് ചെയ്ത് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. 415 ഓൾ ഇന്ത്യ റാങ്കുള്ള 22ാമത്തെ സ്റ്റേറ്റ് റാങ്കുള്ള കുട്ടിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും മനസ്സിലാക്കി വെച്ച സാധനമാണ്. നമ്മളുടെ എന്താ പറയാ, ടോട്ടൽ ഇന്ന കാറ്റഗറി എന്നില്ല, നമ്മുടെ ടോപ്പ് കുട്ടികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 13 കുട്ടികൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 13 സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള റാങ്ക് 22 മുതൽ കേരള റാങ്ക് 80 വരെയുള്ള കുട്ടികൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ അലോട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരിൽ ഭൂരിഭാഗവും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും, കാലിക്കറ്റിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. ആൻഡ് ദേ വിൽ ബി ട്രൈങ് ഫോർ ആൻ അപ്ഗ്രഡേഷൻ ടു എയിംസ് ഡൽഹി. എയിംസ് ഡൽഹിയിലേക്ക് ഒരു അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്യുന്നുണ്ടാവും. എയിംസ് ഡൽഹി കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്, കാരണം എയിംസ് ഡൽഹി ഓൾറെഡി ലോക്ക്ഡ് ആണ്. ഇത്തവണ എയിംസ് ഡൽഹിയിലേക്കുള്ള 125 സീറ്റുകൾ അവർ അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എയിംസ് ഡൽഹിയിലേക്കുള്ള ഒരു അപ്ഗ്രഡേഷൻ പോസിബിലിറ്റി വളരെ കുറവാണ്, നെഗ്ലിജിബിളി വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ മലയാളി സ്റ്റുഡൻസ് യൂഷ്വലി എയിംസ് ഡൽഹി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഇനി അതർ എയിംസുകൾ വെക്കുന്ന ആൾക്കാരും ജിപ്മർ വെക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കാലിക്കറ്റ് വെക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു 13 കുട്ടികൾ, കേരള റാങ്ക് 80 വരെയുള്ള കുട്ടികളുടെ മഹാഭൂരിപക്ഷവും കാലിക്കറ്റ് തന്നെ ഫിക്സ് ചെയ്യാനാണ് സാധ്യത എന്നുള്ളതാണ് പറയാനുള്ളത്. ആൻഡ് അടുത്ത കാറ്റഗറി നമുക്ക് അവിടെ വരാനുള്ളത് OBC ആണ്. OBCയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നത് കേരള റാങ്ക് 83 ആണ്. കേരള റാങ്ക് 83 മുതൽ കേരള റാങ്ക് 108 വരെയുള്ള കുട്ടികൾ, 108 വരെയുള്ള 10 സ്റ്റുഡൻസ് ആണ് OBCയിൽ ഇട്ടുള്ളത്. 83 മുതൽ 108 വരെ ഞാൻ ഈ ലിസ്റ്റ് അവിടെ കാണുന്നുണ്ട്. ഈ ലിസ്റ്റ് ഇതാണ്, 10 കുട്ടികളാണ് ഇവിടെ OBCയിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. പിന്നെ EWSൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട്. EWSൽ മൊത്തം 4 ആളുകളാണ് EWS എടുത്തിട്ടുള്ളത്. ഈ EWSൽ എടുത്തത് ഈ റാങ്കുകളൊന്നും മലയാളികളല്ല, അല്ലെങ്കിൽ കേരള റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളാത്ത ആളുകളാണെന്നുള്ളതാണ് നമ്മൾ കേരള റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഇത് ഓൾ ഇന്ത്യയുടെ EWS ആണ്. ഓൾ ഇന്ത്യയുടെ EWS തഹസിൽദാരുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട സാധനം കുറച്ച് കടുപ്പമുള്ള സാധനമാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കി
മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെത് ആ EWSന്റെ ഉപാധികൾ കുറച്ചൊക്കെ ലഘുവാണെങ്കിലും പക്ഷേ തഹസിൽദാരുടെ അടുത്ത് വാങ്ങേണ്ട ആ ഒരു ഓൾ ഇന്ത്യ EWS കുറച്ച് ഇതായതുകൊണ്ട് EWS കാറ്റഗറിയിൽ കൂടുതലും ഔട്ട് ഓഫ് സ്റ്റേറ്റ് കുട്ടികളായിട്ട് വന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത മലയാളികളായിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് EWS. അപ്പോൾ EWSന്റെ ഒരു റാങ്ക് സാധ്യതകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 10,350 വരെയുള്ള കുട്ടിക്ക് എവിടെ കിട്ടിയിട്ടുണ്ട്? ഓൾ ഇന്ത്യ EWS ഉള്ള 10,350 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള കുട്ടിക്ക് വരെ അവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ SC, ST, OBC അതിന്റെ ഒരു സമ്മറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. SCയിൽ 5 ആൾക്കാരും STയിൽ 2 ആൾക്കാരും PWDയിൽ 2 ആൾക്കാരാണ്. PWDന്റെ ലാസ്റ്റ് വന്ന നോൺ കേരളൈറ്റ് ആണ്. 10 lakhsലാണ് PWD. ഇവിടെ ഓൾ ഇന്ത്യ റാങ്ക് 10 lakhsലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു 36 സീറ്റുകൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഓൾറെഡി ഫിൽഡ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ബൈ ഓൾ ഇന്ത്യ കോട്ട. ഇതാണ് ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി. നമുക്ക് കാണാൻ വേണ്ടി പറ്റും 100% സീറ്റുകളും അലോട്ടഡ് ആയിട്ടുണ്ട്. ഇനി വളരെ ചുരുക്കം കുട്ടികൾ എന്ത് ചെയ്യും? ഇവിടുന്ന് അപ്ഗ്രഡേഷൻ കിട്ടിയിട്ട് ഏതെങ്കിലും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പറ്റും. കേരളത്തിലുള്ള കുട്ടികൾക്ക് ഇനി ഇവിടെ കേരളത്തിന്റെ ഉള്ളിൽ അപ്ഗ്രഡേഷൻ വേണ്ട ആവശ്യങ്ങൾ വരാറില്ല. കാരണം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ ഇതിനേക്കാളും താഴെയുള്ള റാങ്കുകളാണ് പോയിട്ടുള്ളതുകൊണ്ട് കേരളത്തിന്റെ ഉള്ളിൽ ഇനി ഇവർ അപ്ഗ്രഡേഷൻ നോക്കുന്നുണ്ടാവില്ല. ഇവർ അപ്ഗ്രഡേഷൻ നോക്കുന്നുണ്ടാവുക ഓൾ ഇന്ത്യയിൽ കേരളത്തിന് പുറത്തേക്ക് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എയിംസിലേക്കോ ചിപ്പറിലേക്കോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ പോകുന്നുള്ളതാണ്. അതർവൈസ് ഈ കുട്ടികളുടെ ഒരു ഞാൻ പറയാം 90% മുകളിൽ കുട്ടികളും ഇവിടെ തന്നെയായിരിക്കും സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ട കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ ഏകദേശം ഫിക്സ്ഡ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി ഇതിന്റെ തൊട്ട് താഴേക്ക് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഓരോ കാറ്റഗറിയിലും. ജനറൽ കാറ്റഗറി ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും കേരള റാങ്ക് 80ന്റെ തൊട്ട് താഴെയുള്ള ആൾക്കാർക്ക് പോസിബിലിറ്റി ഉണ്ട് ജനറൽ കാറ്റഗറിയിൽ. ഇപ്പൊ 80 ഒരു കുട്ടി പറയുകയാണെങ്കിൽ ഞാൻ 82 ആണ്, അല്ലെങ്കിൽ കുട്ടി 85 ആണ്, അങ്ങനെ പറയുന്ന കുട്ടിക്ക് ചിലപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി തന്നെ നമുക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഡെഫിനറ്റ്ലി സ്റ്റേറ്റ് കോട്ട വഴിയിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കയറാവുന്നതാണ്. അതുകൊണ്ട് ആ കുട്ടികളെ സംബന്ധിച്ച് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ്. ഇനി തൊട്ട് താഴേക്ക് പോകുമ്പോൾ ട്രിവാൻഡ്രത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് ഓപ്പൺ മെറിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 41 മുതൽ 130 വരെയുള്ള കുട്ടികളാണ്. OBC ക്ലോസ് ചെയ്ത് 182-ലാണ്. അപ്പോൾ ഈ കുട്ടികളും ട്രിവാൻഡ്രം ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സീക്കിംഗ് ആയതുകൊണ്ട് ഞാൻ പറയാം ഒരു 75% കുട്ടികളും ട്രിവാൻഡ്രം തന്നെ ചൂസ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഒരു 25% കുട്ടികൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്കൊക്കെ അപ്ഗ്രഡേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവുന്നില്ല. അപ്പോൾ ട്രിവാൻഡ്രത്തിന്റെ ലിസ്റ്റ് ഒരു 75% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 130ന്റെ കുറച്ച് അപ്പുറത്തേക്ക് നിൽക്കുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി അറിയാം അവർക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഗെയിം ചേഞ്ച് ആവുന്നത് താഴേക്ക് ഇങ്ങോട്ട് മുതലാണ്. നമ്മൾ തൃശ്ശൂർ മുതലുള്ള സാധനങ്ങളാണ്. തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ എവിടെയൊക്കെയാണ് ചേഞ്ച് ആവാം. നമുക്കിവിടെ നോക്കാൻ വേണ്ടി പറ്റും. തൃശ്ശൂരിൽ കിട്ടിയിട്ടുള്ള കുട്ടിയുടെ കേരള റാങ്ക് 230 ആണ്. 230 കേരള റാങ്കുള്ള കുട്ടിക്കാണ് തൃശ്ശൂരിൽ എന്ത് കിട്ടിയിട്ടുള്ളത്? നമ്മളുടെ ഓൾ ഇന്ത്യ വഴിയിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ കുട്ടി നോക്കുന്ന സമയത്ത് സപ്പോസ് ഈ കുട്ടിക്ക് താല്പര്യം തൃശ്ശൂർ തന്നെയാണെങ്കിൽ അത് വളരെ മൈനർ പെർസെൻറ്റേജ് ഉണ്ടാവാറുള്ളൂ. താല്പര്യം തൃശ്ശൂർ തന്നെയാണെങ്കിൽ ഈ കുട്ടി ഡെഫിനറ്റ്ലി ഇത് പോയി ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 230 ഇത് ലാസ്റ്റ് റാങ്ക് ആണ് കേട്ടോ. തൃശ്ശൂരിലത്തെ ലാസ്റ്റ് റാങ്ക് ആണിത് ജനറൽ വിഭാഗത്തിൽ. ഈ കുട്ടിക്ക് ഇഫ് ഷീ വാണ്ട്സ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ കാലിക്കറ്റ് ആ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കുട്ടിക്ക് സ്റ്റേറ്റ് കോട്ട വഴി കിട്ടും. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ വന്നിട്ടുള്ള എല്ലാ കുട്ടിക്കും, തൃശ്ശൂരിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും സ്റ്റേറ്റ് കോട്ട വഴിയിട്ട് അപ്ഗ്രഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാലിക്കറ്റിലേക്കോ ട്രിവാൻഡ്രത്തിലേക്കോ മാറാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് തൃശ്ശൂർ മതി, എൻ്റെ വീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്താണ്, ഞാൻ കാലിക്കറ്റും ട്രിവാൻഡ്രം ഒന്നും പോകുന്നില്ല, തൃശ്ശൂർ തന്നെയാണ് പോകുന്നത് എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗം കുട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും അപ്ഗ്രഡേഷൻ കൊടുക്കും. അതുകൊണ്ട് തൃശ്ശൂരിന്റെ ഈ ലിസ്റ്റ് മുഴുവനായിട്ടും ചേഞ്ച് ആവും. എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ഓൾ ഇന്ത്യ കോട്ട വഴി കയറുന്ന കുട്ടി ഈ 2679 ആവില്ല. അത് ഫസ്റ്റ് അലോട്ട്മെന്റ് കേരളയും കൂടി കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സീറ്റ് മാട്രിക്സ് വരുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുക. സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഇതിനകത്തൊക്കെ ഒരുപാട് താഴേക്ക് പോകുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജനറലിനും OBCക്കും നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. EWSകാർക്ക് ഇപ്പോൾ സ്റ്റേറ്റ് EWS ഉള്ള കുട്ടിക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ സ്റ്റേറ്റ് EWS ഉള്ള കുട്ടീൻ്റെ കാര്യം മനസ്സിലാവും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ 16,000 ഓൾ ഇന്ത്യ EWS കേട്ടോ 16,555 വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കേരളത്തിൽ തൃശ്ശൂർ പോയിട്ടുള്ളത് കൊണ്ട് ഈ 16,555ന്റെ താഴേക്കുള്ള EWSകാർക്ക് വേണമെങ്കിൽ തൃശ്ശൂർ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ഓൾ ഇന്ത്യ റാങ്ക് കേട്ടോ. AIR 16,555 താഴെയുള്ള ഓൾ ഇന്ത്യ EWS ഉള്ള കുട്ടികൾക്ക് തൃശ്ശൂർ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ SC റാങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. SC റാങ്ക് ഇതാ ഇവിടെ കണ്ടോ 6,673 വരെയുള്ള കുട്ടികൾ ഓൾ ഇന്ത്യ കോട്ട വഴി സ്റ്റേറ്റ് റാങ്ക് 6,673 വരെയുള്ള കുട്ടികൾ ഓൾ ഇന്ത്യ കോട്ട വഴിയിട്ട് അവിടെ കയറിയിട്ടുണ്ട്, തൃശ്ശൂർ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് 6,700 അല്ലെങ്കിൽ 7,000 റാങ്കുള്ള ഒരു SC കുട്ടിക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും എനിക്ക് തൃശ്ശൂർ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനത്തിലേക്ക് എനിക്ക് വരുന്നുണ്ടാവുക. ഇനി അതുപോലെ തന്നെ
ST ഉള്ള കുട്ടികൾ 78,000 വരെ തൃശ്ശൂർ പോയിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് 78,000 ഉള്ളിലോ അല്ലെങ്കിൽ ഒരു 80,000 ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് കേരള അലോട്ട്മെന്റ് വഴിയിട്ട് ST വിഭാഗത്തിൽ നമുക്ക് അവിടെ കയറാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതുപോലെ തന്നെയാണ് കോട്ടയം. ഞാൻ പറഞ്ഞ പോലെ കോട്ടയത്തിന്റെ ജനറൽ മെറിറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് കോട്ടയത്തിന്റെ ജനറൽ മെറിറ്റ് നോക്കുന്ന സമയത്ത് 2258 ഓൾ ഇന്ത്യ റാങ്കുള്ള 199 കേരള റാങ്കുള്ള കുട്ടിയാണ് അവസാനം കോട്ടയത്ത് കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഈ കുട്ടിക്ക് അപ്ഗ്രഡേഷനിൽ എന്ത് വേണമെങ്കിലും കിട്ടും. കേരള അലോട്ട്മെന്റ് നോക്കിയാൽ TVM കിട്ടാൻ സാധ്യതയുണ്ട്, കാലിക്കറ്റ് കിട്ടും, തൃശ്ശൂർ കിട്ടും, ഏത് കോളേജ് വേണമെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ബഹുഭൂരിപക്ഷം കുട്ടികളും ഈ റാങ്കിന്റെ മുകളിൽ കോട്ടയത്ത് അഡ്മിഷൻ എടുത്ത ബഹുഭൂരിപക്ഷം കുട്ടികളും ദേ വിൽ ബി ട്രൈങ് ടു അലോട്ട്മെന്റ്. അതുകൊണ്ട് ഈ ജനറലിന്റെയും OBCന്റെയും ലിസ്റ്റ് ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇത് ഒരുപാട് മാറ്റങ്ങൾ വരും. ഡെഫിനറ്റ്ലി ഇതിന്റെയും താഴേക്കാണ് കട്ട് ഓഫ് റാങ്ക് പോകുന്നുണ്ടാവും. ഇതിപ്പോൾ 2258 ആണെങ്കിൽ അടുത്തതിൽ 3000 3500 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യതകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ആകുമ്പോഴത്തേക്കും. പക്ഷേ EWSകാർക്കും STക്കാർക്കും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും നമുക്ക് എവിടെ കിട്ടുമില്ല എന്നുള്ള കാര്യം. EWS കോട്ടയത്ത് കയറിയത് ഓൾ ഇന്ത്യ EWS 14,589. അപ്പോൾ ഒരു 15,000 16,000 ഉള്ള ഒരു ഓൾ ഇന്ത്യ EWS ഉള്ള കുട്ടിക്ക് ഇപ്പം മനസ്സിലാവും സെക്കൻഡ് അലോട്ട്മെന്റിൽ ഡെഫിനറ്റ്ലി കോട്ടയം ഷുവർ ഷോട്ട് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. 57,000 ഉള്ള കുട്ടിയാണ് SC വിഭാഗത്തിൽ അവിടെ കയറിയിട്ടുള്ളത്, കോട്ടയത്ത് കയറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 60,000 65,000 ഒക്കെ ഓൾ ഇന്ത്യ ഉള്ള ഒരു കുട്ടിക്ക് മനസ്സിലാവും എനിക്ക് കോട്ടയം കിട്ടും സ്റ്റേറ്റിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് മനസ്സിലാവും PWD 4,18,000 വരെ പോയിട്ടുണ്ട്. PWDയുടെ സ്പെഷ്യൽ കാറ്റഗറിയാണ്. പക്ഷെ എന്നാലും PWD ഉള്ള ഒരു കുട്ടിക്ക് ഇപ്പൊ ഇത്രയും കാലം സംശയമായിരുന്നു എനിക്ക് എന്റെ മാർക്ക് 250 ആണ് 300 ആണ്, പക്ഷെ ഞാൻ എവിടെ പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആലപ്പുഴയുടെ കാര്യങ്ങൾ, ആലപ്പുഴയുടെ ഈ റാങ്കുകൾ ഞാൻ പ്രത്യേകമായിട്ട് ഓരോന്ന് വായിക്കുന്നില്ല. ഇതാണ് ലാസ്റ്റ് ഓൾ ഇന്ത്യ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് എങ്ങനെയാണ്. ജനറൽ 3,454, OBC വന്നത് 4,074, EWS 17,000 വരെ. ഓൾ ഇന്ത്യ EWS ആണെന്ന് ഓർക്കണം, കേരള EWS അല്ല. SC വിഭാഗത്തിന് 68,000 വരെയും ST വിഭാഗത്തിന് 78,000 വരെയും PWD 4 ലക്ഷം വരെയും പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എന്നാൽ PWD കേരള റാങ്ക് ഉണ്ടോ 25,000 ആണ് അവിടെ PWD വന്നിട്ടുള്ളത്. അപ്പൊ 25,000 30,000 ഒക്കെ കേരള റാങ്കുള്ള PWDക്കാർ നമുക്ക് സീറ്റ് ഉറപ്പിക്കാം. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. സീറ്റ് ഉറപ്പിക്കാം, നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ക്ലൂ ആണ് കിട്ടുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് മഞ്ചേരി ജനറലിൽ കിട്ടിയ കുട്ടിയുടെ കേരള റാങ്ക് അവസാനം കിട്ടിയ കുട്ടിയുടെ 412 ആണ്. ഈ കുട്ടിക്ക് ഡെഫിനറ്റ് ആയിട്ടും കോട്ടയം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ വേണ്ടി പറ്റില്ല. കോട്ടയം, തൃശ്ശൂർ അല്ലെങ്കിൽ ആലപ്പിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി മഞ്ചേരി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ കുട്ടിയുടെ വീട് മഞ്ചേരിയുടെ അടുത്താണ്, ആ കുട്ടിയുടെ സ്വന്തം താല്പര്യമാണ് മഞ്ചേരി പഠിക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രം നിന്നാൽ മതി. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റേറ്റ് കോട്ട അലോട്ട്മെന്റ് വഴി തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഈ പറയുന്ന കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ ഉറപ്പിക്കാം. തിരുവനന്തപുരത്തേക്ക് ചിലപ്പോൾ ഒരു സാധ്യതയൊക്കെ ഉണ്ടാവും കിട്ടാൻ വേണ്ടിയിട്ട്, കാലിക്കറ്റ് കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ മഞ്ചേരിയിലേക്കുള്ള ലിസ്റ്റ് ടോട്ടലി എന്ത് ചെയ്യും? അപ്ലിഫ്റ്റ് ചെയ്യും. ഇപ്പൊ ഉണ്ടാവുന്ന ലിസ്റ്റ് അല്ല ഉണ്ടാവുക, ഇതിന്റെ ഒരുപാട് താഴേക്ക്, ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നിങ്ങൾ വിചാരിക്കരുത് 25,000 പോകുന്നു വിചാരിക്കരുത്. ഇതിപ്പോ 4,435 ഓൾ ഇന്ത്യ ആണെങ്കിൽ ഒരു 5,000 6,000 ഡ്രോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റിലേക്കൊക്കെ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാക്കി കുട്ടികൾ, അത് ഞാൻ അവസാനത്തേക്ക് സമ്മറി ആയിട്ട് പറഞ്ഞുതരാം എന്താ ചെയ്യാന്നുള്ള കാര്യം. കണ്ണൂരും ഇതുപോലെ തന്നെയാണ്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ണൂരിൽ 4,446 ഉള്ള കുട്ടിക്കാണ് കണ്ണൂരിൽ എന്ത് ചെയ്തിട്ടുള്ളത് ജനറൽ വന്നിട്ടുള്ളത്. OBC ഉള്ളത് 523 ആണ്. ഈ 523 OBC എന്നൊക്കെ പറയുന്ന സാധനം ഓൾമോസ്റ്റ് ഷുവർ കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞാൽ ഈ കണ്ണൂരിനേക്കാളൊക്കെ ഒരു പടി മുകളിലുള്ള കോളേജുകളിൽ ഓൾമോസ്റ്റ് ഷുവർ ആണ് ആ സീറ്റ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സോ ഇതാണ് ഇതിന്റെ ഒരു സമ്മറി പറയുന്ന സാധനം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ലൈക്ക് ആസ് എ അലോട്ട്മെന്റ് ആഗ്രഹിക്കുന്ന കുട്ടി അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് അലോട്ട്മെന്റിന്റെ പോസിബിലിറ്റി മനസ്സിലാക്കുക. സെക്കൻഡ് അലോട്ട്മെന്റിൽ എന്തൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റ് പോസിബിലിറ്റീസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓരോ കാറ്റഗറി തിരിച്ചിട്ടുള്ള പോസിബിലിറ്റീസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഇതിപ്പോ ഇത് ഓൾമോസ്റ്റ് കേരള ടോപ്പേഴ്സിന്റെ കഥകളാണ് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റുക. കേരള ടോപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റാങ്ക് വരെയുള്ള ആളുകളെ നമ്മൾ ഒരു കേരള ടോപ്പറായിട്ട് പരിഗണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 850 വരെയുള്ള ജനറൽ കാറ്റഗറി ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കേരളത്തിൽ ഷുവർ ഷോട്ടാണ്. ഇത് കേരളം എനിക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഒരു 1,100 വരെയുള്ള OBC ഉള്ള ആൾക്കാർ, ഇത് കേരളത്തിലെ ഓൾമോസ്റ്റ് ഷുവർ ഷോട്ടാണ്. ഒരു 3,500 വരെ കേരള EWS ഉള്ള ആൾക്കാർ, ഇവർക്കും ഓൾമോസ്റ്റ് ഷുവർ ഷോട്ടാണ് കേരളം കിട്ടും എന്നുള്ള കാര്യം. ഇങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് എവിടെയൊക്കെ കേരളത്തിൽ കിട്ടും, എന്തായിരിക്കും നമ്മുടെ പോസിബിലിറ്റി എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് പിന്നീട് വേറൊരു തരം കുട്ടികൾ, ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ ടോപ്പേഴ്സ് ഉണ്ട്, സൗത്ത് ഇന്ത്യ ടോപ്പേഴ്സ് ഉണ്ട്, കേരള ടോപ്പേഴ്സ് അല്ലാതെ സൗത്ത് ഇന്ത്യ ടോപ്പേഴ്സ് ഉണ്ട്. സൗത്ത് ഇന്ത്യ ടോപ്പേഴ്സ് ഡെഫിനറ്റ്ലി ഫ്രം കേരള ആണ് കൂടുതൽ എണ്ണം വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും കേരള റാങ്ക് ഇതിനപ്പുറത്തേക്ക് ഈ 850 മുതൽ ഞാൻ പറയാൻ ഒരു 1,800 വരെ ജനറലുള്ള ആൾക്കാർ,
ഒരു 2000 വരെ OBC ഉള്ള ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ. ഇവർക്ക് സൗത്ത് ഇന്ത്യയിൽ ഏത് സീറ്റ് കിട്ടും എന്നുള്ള കാര്യം ഏകദേശം മനസ്സിലാവും. 2000-ന്റെ ഉള്ളിൽ OBC ഒക്കെ ഉള്ള ആൾക്കാർക്ക് സൗത്ത് ഇന്ത്യയിൽ ഏത് സീറ്റ് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് വരാനുണ്ട്. നമ്മൾ കേരളത്തിനകത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് റാങ്ക് വന്നത് നിയർ ബൈ 23,000 ടു 24,000. ഞാൻ പറയാണ് അപ്രോക്സിമേറ്റ്ലി 24,000 എന്ന് പറയും. 24,000 വരെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടില്ല കേട്ടോ. ഇതാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കേരളത്തിൽ നിന്ന് 2,350 കുട്ടികളുണ്ട്. 2,350 കുട്ടികളുണ്ട് ഈ 24,000-ന്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ വരുന്ന ഈ ബോർഡർ ലൈനിൽ വരുന്ന കുറച്ച് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ വിഭാഗത്തിൽ ഏതുപോലെ ജനറൽ വിഭാഗത്തിൽ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഈ കാര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. ജനറൽ വിഭാഗത്തിൽ ഒരു 1,800 മുതൽ 2,350 വരെ വരുന്ന ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഇനി ഏതെല്ലാം കോളേജുകൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഓപ്ഷൻ വെക്കണം എന്നുള്ള കാര്യം മനസ്സിലാവണം. ഇനി അതുപോലെ തന്നെ OBC വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും 2000 മുതൽ ഒരു 2,350 വരെയുള്ള ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ ഞാൻ പറയാം 2,350-നേക്കാളും AIR ഒരു 24K വരുന്ന ആൾക്കാർക്കൊക്കെ എങ്ങോട്ടേക്കാണ് വെക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കൃത്യമായിട്ട് വിശകലനം ചെയ്യാനുണ്ട്. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഒരു റിക്വസ്റ്റോട് കൂടിയിട്ടാണ്. ഇതാണ് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമ്മറി. ഫസ്റ്റ് അലോട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഡൽഹി എയിംസിന്റെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു പിക്ചർ ഏകദേശം കിട്ടുന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, താഴേക്ക് പോകാൻ വേണ്ടി അതിനേക്കാളും താഴേക്കുള്ള ഓപ്ഷനുകളിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന റിക്വസ്റ്റ് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബോർഡർ ലൈൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ വരെയുള്ള ജനറൽ കാറ്റഗറിയിൽ ഈ പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് വെക്കുന്നത്. ജനറൽ കാറ്റഗറി 1,800-നും 2,350-നും OBC ഇതുപോലെ 2,000 2,350 നിൽക്കുന്ന കുട്ടികളുണ്ട്. ദീസ് കുട്ടികളാണ് ഈ വർഷത്തെ എന്ത് പറയാൻ വേണ്ടി പറ്റുക, നമുക്ക് ബോർഡറിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ അലോട്ട്മെന്റ് കൊടുക്കണം എന്ന് അറിയില്ലാത്ത, ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് തന്നെ നമ്മൾ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തിരുന്നു ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, സൗത്ത് ഇന്ത്യ മാത്രം മതിയാവോ, നോർത്ത് ഇന്ത്യയിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ആവും എന്നുള്ള കാര്യം. അപ്പോൾ ഈ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു റിക്വസ്റ്റ് വെക്കുകയാണ്. എല്ലാ കുട്ടികളും ഇത്തവണ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഈ ഫോമിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ഫോമിനകത്ത് നിങ്ങളുടെ യാതൊരുവിധ ഡേറ്റയും കളക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറയട്ടെ. അപ്പോൾ അതാണല്ലോ നമുക്ക് കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ഡേറ്റയൊന്നും ആവശ്യമില്ല. നിങ്ങൾ 2 ക്വസ്റ്റിന് മാത്രം ഉത്തരം തന്നാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ആൻഡ് രണ്ടാമത്തെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ സ്റ്റേറ്റ് ഏതാണ്, ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയത് എന്നുള്ളൊരു കാര്യം ഇത് ചെയ്യുക. മൂന്നാമതൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഇടാം, നിങ്ങളുടെ കോളേജ് ഏത് കോളേജ് എന്നുള്ള കാര്യം ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് തരികയാണെങ്കിൽ ഏത് റാങ്കുള്ള കുട്ടിക്ക് എവിടെ കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ഒരു സ്റ്റോറി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു. 23,000-ന്റെ അടുത്ത് റാങ്കുള്ള ഒരു കുട്ടിക്ക് തെലങ്കാനയിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ സാർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം 23,000-ന്റെ അടുത്തേക്കുള്ള ഒരു കുട്ടിക്ക് തെലങ്കാന കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ആൻഡ് ഇന്ന് രാവിലെ വേറൊരു പേരന്റിന്റെ കോൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ റാങ്ക് 20,000 ആണ്, പക്ഷെ ഒരു സ്ഥലത്ത് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. രണ്ടാൾക്കാരും ജനറലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ 23,000 കുട്ടിക്ക് കിട്ടുകയും 20,000 കുട്ടിക്ക് കിട്ടാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 23,000 കുട്ടി കുറച്ചും കൂടി പരത്തി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 20,000 കുട്ടി ഒരു സ്ഥലത്ത് ഓപ്ഷൻ കൊടുത്തിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കുട്ടിക്ക് ഓപ്ഷൻസിനെ ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഓപ്ഷൻ കൊടുക്കാതെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാതെ പോകുന്ന കുട്ടിക്ക് കുറച്ചും കൂടി ഒരു വിഷൻ കിട്ടണം എവിടേക്കാണെന്നുള്ള കാര്യം ഞാൻ കമ്മിറ്റ് ചെയ്ത് തരാം. തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. എനിക്ക് നിങ്ങളെല്ലാവരും കൂടി ചെയ്തു തരേണ്ട കാര്യങ്ങൾ, അതൊരു പൊതുവായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് തന്നെ കാണാം. നിങ്ങളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള അലോട്ട്മെന്റ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഞാൻ ഇതിന്റെ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് പൊതുവായിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും പല സ്ഥലങ്ങളിലുള്ള അലോട്ട്മെന്റ് ഗ്രൂപ്പുകളും പല സ്ഥലങ്ങളിലും ഉള്ള ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 3 ചോദ്യങ്ങൾ മാത്രം, ഇതിനപ്പുറത്തേക്ക് ഒരു ഇമെയിൽ ഐഡിയോ നിങ്ങളുടെ പേരോ മൊബൈൽ നമ്പറോ ഒരു ഡീറ്റെയിൽസും വേണ്ട. ഇത് ഒരു അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഈ ബോർഡർ ലൈനിലുള്ള കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളുടെ പേരൻസും കുട്ടികളും തന്നെ മുൻകൈ എടുത്തിട്ട് ഇത്തരം ഡീറ്റെയിൽ കേരളത്തിൽ നിന്ന് അലോട്ട്മെന്റ് മേടിച്ച എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ അലോട്ട്മെന്റ് മേടിച്ച കുട്ടികളുടെ ഇത്തരം ഡീറ്റെയിൽ കിട്ടുകയാണെങ്കിൽ അത് ഞാൻ പബ്ലിക്കലി നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇട്ട് തരാം, അതിന്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടം വരെ കൊടുക്കണം, ഏത് ഭാഗത്ത് വരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. സോ ഐ ഹോപ്പ് എവരിബഡി വിൽ കോപ്പറേറ്റ് വിത്ത് ദിസ് തിങ്. ആൻഡ് ഇനി ഇതെങ്ങനെ ചെയ്യണം, എന്താക്കണം എന്നുള്ളൊരു കാര്യം അടുത്തടുത്ത വീഡിയോയിലേക്കായിട്ട് പറഞ്ഞുതരാം. സോ ഈ സമ്മറിയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നോക്കാം. ഇത് ശ്രമകരമായിട്ട് ഇരുന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ മാനുവലി എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. രാവിലെ മുതൽ ഇരുന്നതാണ് അതിന് വേണ്ടിയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മറ്റ് ക്വസ്റ്റ്യനുകളും മറ്റ് സാധനങ്ങളും ഉണ്ടെങ്കിൽ നോക്കാം. ഇതേ ലിസ്റ്റ് തന്നെ പുതുക്കിയിട്ട് ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യും, ഒരു ദിവസം കൊണ്ട് നാളത്തേക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് ഡീറ്റെയിൽ ആയിട്ട് പബ്ലിഷ് ചെയ്ത് തരുന്നുണ്ടാവും. അതനുസരിച്ചിട്ടാണ് അലോട്ട്മെന്റ് തുടങ്ങുക. 29ാം തീയതി ആകുമ്പോഴത്തേക്കും നമുക്ക് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ എക്സിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ബാക്കി നടപടിക്രമങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് കാണാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓർക്കുക. പിന്നെ മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വാട്സാപ്പിലൂടെയൊക്കെ കണക്ട് ചെയ്യുന്ന ആളുകൾക്ക് പരമാവധി റിപ്ലൈകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സഹകരണത്തിനും ബാക്കി എല്ലാ സാധനത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.